നമസ്കാരം. പ്രധാന വാർത്തകൾ. ടൂറിസ്റ്റ് ബസ് റോഡരികിലെ കുഴിയിലേക്ക് മറിഞ്ഞു. 17 പേർക്ക് പരിക്ക്. കേരളത്തിൽ നിന്നുള്ള ടൂറിസ്റ്റ് ബസ് തമിഴ്നാട്ടിലെ ഗൂഡല്ലൂരിന് സമീപം റോഡരികിലെ കുഴിയിലേക്ക് മറിഞ്ഞുണ്ടായ അപകടത്തിൽ 17 പേർക്ക് പരിക്ക്. വാനിൽ യാത്ര ചെയ്തിരുന്ന 17 പേരെ പരിക്കുകളോടെ ഗൂഡല്ലൂരിലെ സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള വിനോദസഞ്ചാരികൾ ഊട്ടിയിലേക്ക് പോകുന്നതിനിടെയാണ് ബസ് അപകടത്തിൽപ്പെട്ടത്. പ്രദേശത്തെ ആളുകൾ വാഹനത്തിലുണ്ടായിരുന്നവരെ രക്ഷപ്പെടുത്തി ആശുപത്രിയിലേക്ക് മാറ്റി. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. രോമാഞ്ചം, സൂക്ഷ്മദർശിനി ഉൾപ്പെടെ സിനിമകളുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഹൈബ്രിഡ് കഞ്ചാവുമായി പിടിയിൽ. RG വയനാട് എന്ന പേരിൽ അറിയപ്പെടുന്ന രഞ്ജിത്ത് ഗോപിനാഥാണ് അറസ്റ്റിലായത്. ആവേശം, പൈങ്കിളി, സൂക്ഷ്മദർശിനി, രോമാഞ്ചം, ജാനേമൻ തുടങ്ങിയ സിനിമകളുടെ മേക്കപ്പ് മാനായി രഞ്ജിത്ത് ജോലി ചെയ്തിട്ടുണ്ട്. വാഹന പരിശോധനയിൽ ഇയാളിൽ നിന്ന് 45 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടി. എക്സൈസ് വകുപ്പിന്റെ ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റിന്റെ ഭാഗമായി മൂലമറ്റം എക്സൈസ് നടത്തിയ പരിശോധനയിലാണ് ഇയാൾ പിടിയിലാകുന്നത്. ബസ്സിൽ നിന്നുമിറങ്ങിയ വയോധികയുടെ ശരീരത്തിലൂടെ അതേ ബസ് കയറി ദാരുണാന്ത്യം. കോട്ടയം ചിങ്ങവനത്ത് ബസ്സിടിച്ച് വയോധിക മരിച്ചു. നെല്ലിക്കൽ സ്വദേശി അന്നമ്മ കുര്യാക്കോസാണ് മരിച്ചത്. രാവിലെ ചിങ്ങവനം റെയിൽവേ മേൽപ്പാലത്തിന് സമീപത്ത് വെച്ചാണ് അപകടമുണ്ടായത്. അന്നമ്മ യാത്ര ചെയ്ത ബസ് തന്നെയാണ് ഇടിച്ചത്. ബസ്സിൽ നിന്നുമിറങ്ങി മുന്നോട്ട് നടക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത്. ബസ് ഇടിച്ചതിനെ തുടർന്ന് റോഡിൽ വീണ അന്നമ്മയുടെ ശരീരത്തിൽ കൂടി ടയർ കയറി ഇറങ്ങി. നാട്ടുകാരെത്തി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ആശുപത്രിയിലേക്ക് മാറ്റി. ആഴക്കടലിൽ സമരസംഗമം. DCC പ്രസിഡന്റ് B ബാബുപ്രസാദും M ലിജുവും കടലിൽ വീണു. കടൽ മണൽ ഖനനത്തിനെതിരെ അഖിലേന്ത്യാ മത്സ്യത്തൊഴിലാളി കോൺഗ്രസിന്റെ നേതൃത്വത്തിലായിരുന്നു സമരം. തോട്ടപ്പള്ളി ഹാർബറിൽ നിന്ന് ബോട്ടിൽ മാറിക്കയറവെയാണ് കടലിൽ വീണത്. ബോട്ടിൽ കയറാനായി ചെറുവള്ളത്തിൽ കയറുമ്പോഴാണ് സംഭവം. ഇരുവരും കടലിൽ വീണ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികളും പോലീസും ചേർന്നാണ് ഇവരെ രക്ഷിച്ചത്. ഇരുവരും ലൈഫ് ജാക്കറ്റ് ധരിച്ചിരുന്നു. തുടർന്ന് വേഷം മാറി സമരത്തിൽ പങ്കെടുത്താണ് മടങ്ങിയത്. CPM-നെ MV ഗോവിന്ദൻ തന്നെ നയിക്കും. KK ശൈലജയും MV ജയരാജനും CN മോഹനും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ. കേരളത്തിലെ CPM-നെ MV ഗോവിന്ദൻ തന്നെ നയിക്കും. CPM സംസ്ഥാന സമ്മേളനം കൂടുതൽ യുവാക്കളെയും വനിതകളെയും ഉൾപ്പെടുത്തിയാണ് CPM-ന്റെ പുതിയ സംസ്ഥാന കമ്മിറ്റിയെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. 17 പുതുമുഖങ്ങളെ ഉൾപ്പെടുത്തിയുള്ള 89 അംഗ സംസ്ഥാന കമ്മിറ്റിയും 17 അംഗ സെക്രട്ടേറിയറ്റും നിലവിൽ വന്നു. MV ജയരാജനും CN മോഹനും KK ശൈലജയും സംസ്ഥാന സെക്രട്ടേറിയറ്റിലെത്തി. P ജയരാജൻ ഇത്തവണയും സംസ്ഥാന സെക്രട്ടേറിയറ്റിലില്ല. സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ആനാവൂർ നാഗപ്പൻ ഒഴിവായതോടെ തിരുവനന്തപുരം ജില്ലയ്ക്ക് സെക്രട്ടേറിയറ്റിന് പ്രാതിനിധ്യമില്ലാതാകുന്നു. ആനാവൂർ നാഗപ്പൻ ഒഴിവായതോടെ തിരുവനന്തപുരം ജില്ലയ്ക്ക് സെക്രട്ടേറിയറ്റ് പ്രാതിനിധ്യമില്ലാതെയാകുന്നു എന്നതും ശ്രദ്ധേയമാണ്. MB രാജേഷിനെ ഇത്തവണ സെക്രട്ടേറിയറ്റിലേക്ക് പരിഗണിക്കുമെന്ന സൂചന ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹം പട്ടികയിൽ ഇടം പിടിച്ചില്ല. P ശ്രീരാമകൃഷ്ണനെ ആരോഗ്യപരമായ കാരണങ്ങളാലാണ് സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നത്. KH ബാബുജാനെ സംസ്ഥാന കൺട്രോൾ കമ്മീഷൻ ചെയർമാനായി തെരഞ്ഞെടുത്തു. അദ്ദേഹം സംസ്ഥാന സമിതിയിൽ ക്ഷണിതാവാകും.